പ്രിയമുള്ളവരെ, സ്വന്തം വീടും നാടും പ്രിയപ്പെട്ടവരെയെല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് ഉന്നതമായൊരു തീരുമാനമെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുറേയേറെ മിഷണറിമാരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അന്യനാടുകളിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ, സന്യസ്തർ, അൽമായർ, അവർക്കൊക്കെ അവരുടെ സ്വന്തമായ കുറേ ജീവിത രീതികളൊക്കെ ഉണ്ട്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഒരു മിഷൻ നാട്ടിലൊക്കെ ചെന്ന് കാലാവസ്ഥയോടും സംസ്കാരത്തോടും ഭാഷാരീതികളോടും വിശ്വാസ സംവിധാനങ്ങളോടും ഒക്കെ പടവെട്ടി പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും വേണ്ടി ജീവിച്ചവരാ അവർ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ മിഷൻ പ്രദേശങ്ങളിൽ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ഒരുപക്ഷെ അങ്ങനെ അന്യനാടുകളിൽ മിഷൻ പ്രവർത്തനത്തിന് പോയി മരണപ്പെട്ട ചിലരൊക്കെ അവിടെ തന്നെ അടക്കം ചെയ്തിരിക്കുന്നത് പോലും അവരൊക്കെ സ്വർഗരാജ്യത്തിലാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അവർ കർത്താവിന് വേണ്ടി ജീവിച്ച് മരിച്ചവരാണ്. എങ്കിലും ഇന്നേ ദിവസം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ. ഈ നവംബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, മിഷൻ പ്രദേശങ്ങളിൽ അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് ജീവിച്ച് മരിച്ചു മൺമറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് അവർക്ക് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലപില്ലാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.